എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റിയാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്ട്രക്ചറും പല ടൈപ്പിലുള്ള നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്ട്രക്ചറും പിന്നെ ഒന്നിൽ കൂടുതൽ ക്യാൻഡിൽ ചേരുമ്പോഴുണ്ടാകുന്ന ട്രെൻഡ് അനാലിസിസും അതുപോലെ അത്യാവശ്യം നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയും. അതുപോലുള്ള ഒരു ചാർട്ട് പാറ്റേൺസുമാണ് ഇതിനകത്ത് വിവരിക്കാൻ ശ്രമിക്കുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതി സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ട് മനസ്സിലാക്കുക. നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രെൻഡുകൾ മനസ്സിലാക്കാനും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനും ഒക്കെ സാധിക്കും. ഇപ്പം ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സ്ക്രീനെ കാണുന്ന പോലെ ഇതാണ് ബുള്ളിഷ് ക്യാൻഡിൽ, ഇത് ബിയറിഷ് ക്യാൻഡിൽ. ക്യാൻഡിലിന് പ്രധാനമായിട്ടും 3 ഇതാണുള്ളത്. അതിന് ഒരു റിയൽ ബോഡി കാണും, ഒരു അപ്പർ ഷാഡോ കാണും, ഒരു ലോവർ ഷാഡോ കാണും. ഈ ഷാഡോ എന്ന് ചിലർ ഷാഡോ എന്ന് പറയും, ചിലർ ലെഗ് എന്ന് പറയും, ചിലർ വിക്ക് എന്ന് പറയും. ഇത് 3ഉം ഒന്ന് തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബുള്ളിഷ് ക്യാൻഡിലും ബിയറിഷ് ക്യാൻഡിലും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഓപ്പൺ ക്ലോസ് വ്യത്യാസമായിരിക്കും. ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ താഴെയായിരിക്കും, ബോഡിയുടെ താഴെയായിരിക്കും. ക്ലോസ് ബോഡിയുടെ അപ്പർ ലെവലായിരിക്കും. അതുപോലെ റിയൽ ബോഡിയുടെ അപ്പർ ലെവലായിരിക്കും. ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ റിയൽ ബോഡിയുടെ മുകൾ ടോപ്പും അതുപോലെ ക്ലോസ് എന്ന് പറയുന്നത് റിയൽ ബോഡിയുടെ താഴത്തെ ഇതായിരിക്കും. ഇതിന് റിയൽ ബോഡിയുടെ താഴെയുള്ള ലോവർ ഷാഡോ ആയിരിക്കും അതിൻ്റെ ലോ. ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് റിയൽ ബോഡി, ഇതാണ് റിയൽ ബോഡി. റിയൽ ബോഡിയുടെ മുകളിലത്തെ ഷാഡോ ആയിരിക്കും ഹൈ. ഇപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുമ്പം ഓപ്പണായത് ഇവിടെ, അതിനുശേഷം ലോ ഇവിടെ വന്നു, അതിനുശേഷം ഹൈ ഇവിടം വരെ പോയി, അതിന് ശേഷം ഇവിടെ ക്ലോസ് ആയതാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബിയറിഷ് ക്യാൻഡിൽ. ഹൈയിൽ ഓപ്പണായി, അതിനുശേഷം പുതിയൊരു ഹൈ അടിച്ചു, അതിനുശേഷം തിരിച്ചിറങ്ങി പോന്നു, ഒരു ലോ വന്നു, അതിനുശേഷം കുറച്ച് മുകളിൽ കയറി ക്ലോസ് ആയി. ഇതാണ് ക്യാൻഡിലിൻ്റെ ഒരു പ്രധാന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി പല ടൈപ്പിലുള്ള ക്യാൻഡിൽസ് ഉണ്ട്. അപ്പം അത് പ്രധാനമായിട്ടും നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരെണ്ണം ഡോജി ക്യാൻഡിലാണ്. ഡോജി ക്യാൻഡിൽ തന്നെ പല ടൈപ്പുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ക്യാൻഡിലിനെ ഡോജി ക്യാൻഡിലിനെ പറ്റിയേ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന് ഗ്രീൻ സ്റ്റോൺ ഡോജി എന്ന് പറയും. ഗ്രീൻ സ്റ്റോൺ ഡോജി എന്ന് പറയുമ്പോൾ അത് ഓപ്പണായി നല്ലൊരു ഹൈയിൽ പോയതിന് ശേഷം തിരിച്ച് ആ ഓപ്പണായ റേഞ്ചിൽ തന്നെ വന്ന് ക്ലോസ് ആവും. അപ്പോൾ അതിൻ്റെ റിയൽ ബോഡി തീരെ ചെറുതായിരിക്കും, അതിൻ്റെ അപ്പർ ഷാഡോ നല്ല വലിപ്പമുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഡോജി ഫോർമേഷൻ ഒരു അപ്പർ ട്രെൻഡിൻ്റെ അവസാനം ഇതുപോലെ കാണുവാണെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയുന്നത്. ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയുന്നത് ഓപ്പണായി അതിനുശേഷം നല്ല രീതിയിൽ താഴെ പോയി, പക്ഷെങ്കിൽ താഴെ അത് സ്റ്റേബിളാകാതെ തിരിച്ച് കയറി വന്ന് എവിടെയാണോ ഓപ്പൺ ആയത് ആ റേഞ്ചിൽ തന്നെ ക്ലോസ് ആകും. അപ്പോൾ അതിൻ്റെ റിയൽ ബോഡി എന്ന് പറയുമ്പോൾ തീരെ ചെറുതായിരിക്കും, അതിൻ്റെ ഷാഡോ താഴോട്ടുള്ള ഷാഡോ നല്ല വലിപ്പമുള്ളതായിരിക്കും. ഇതൊരു ഡൗൺ ട്രെൻഡിലാണ് ഫോം ആകുന്നത്. ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയറിനകത്ത് ഇത് ഫോമായി കഴിയുമ്പോൾ അവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലിന് ചാൻസ് ഉണ്ട്, അതായത് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ചെറുതായിട്ട് ഡൗൺ ആണ്, പക്ഷേ നല്ല രീതിയിൽ ഡൗൺ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വോളിയത്തിൽ ഇങ്ങനെ കണ്ടാൽ അവിടെ ഇതുപോലെ കയറി പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ ലോങ് ലെഗ്ഡ് ഡോജി എന്ന് പറയും. ഇങ്ങനെ ഈ ലോങ് ലെഗ്ഡ് ഡോജി എന്ന് പറഞ്ഞാൽ അൺഡിസിഷനാണ്, എങ്ങോട്ട് പോകുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഷെയർ ഓപ്പണായി നല്ലൊരു ഹൈ പോയി, അതിനുശേഷം നല്ല രീതിയിൽ താഴെ വന്നു, പക്ഷേങ്കിൽ ക്ലോസിങ് ടൈം ആയപ്പം എവിടെയാണ് ഓപ്പണായി ആ റേഞ്ചിൽ തന്നെ വന്ന് ഇതാകുമ്പോൾ നമുക്ക് നോർമൽ മാർക്കറ്റിലൊരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കും. പക്ഷേങ്കിൽ ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ഹൈ ബ്രേക്ക് ആകുമ്പോഴോ ലോ ബ്രേക്ക് ആകുമ്പോഴോ വോളിയം തിക്ക് ആണ് ബ്രേക്ക് ആകുന്നതെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഹൈ ബ്രേക്ക് ആവുകയാണെങ്കിൽ ലോങ് എടുക്കാൻ പറ്റും, ലോ ബ്രേക്ക് ആകുകയാണെങ്കിൽ നമുക്ക് താഴെ ഷോർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഡോജി ക്യാൻഡിൽസിൽ ഈ 3 ക്യാൻഡിൽ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കുറേ വിനയുണ്ട്, ബുള്ളിഷ് ഡോജി, ബീറിഷ് ഡോജി കുറേ ഉണ്ട്. അപ്പോൾ അതൊന്നും വലിയ എഫക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ 3 വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 4-5 കാര്യങ്ങളെ പറ്റി പറയാം. അതിലൊന്നാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയറിനകത്ത് ലാസ്റ്റ് ക്യാൻഡിൽ ഒരു വലിയ ബിഗ് ബീറിഷ് ക്യാൻഡിൽ വന്നു. അതിനുശേഷം ഈ ബീറിഷ് ക്യാൻഡിലിൻ്റെ താഴെ ഓപ്പണായി ഒരു ചെറിയ ക്യാൻഡിൽ ഫോം ആവും. ഈ ബീറിഷ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിനെ കാട്ടി താഴെ ആയിരിക്കണം ഇത് ഓപ്പണായി മൂവ്മെൻറ്റ് വന്നതിന് ശേഷം ഏകദേശം ആ റേഞ്ചിൽ തന്നെ ക്ലോസ് ആവും. അതിനുശേഷം അടുത്ത ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായി അത് ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ പകുതിയിൽ കൂടുതൽ 50% മുകളിലാണ് ഇത് ക്ലോസ് ചെയ്തതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഷെയറിലെ ട്രെൻഡ് റിവേഴ്സലായെന്നാണ് അതിൻ്റെ അർത്ഥം. താഴോട്ട് വന്ന ഷെയർ മുകളിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇത് കണ്ടില്ലേ, താഴോട്ട് വന്നു ഒരു ബിഗ് ബീറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം അതിന് താഴെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു, താഴെ പോയി മൂടി വന്നു ക്ലോസായി. അതിനുശേഷം ഈ ഉണ്ടാകുന്ന മൂന്നാമത്തെ ക്യാൻഡിൽ ഈ ഫസ്റ്റ് ബീറിഷ് ക്യാൻഡിൻ്റെ 50% മുകളിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രെൻഡ് റിവേഴ്സലായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമുക്ക് ബൈ എൻട്രി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈവനിങ് സ്റ്റാർ എന്ന് പറയും. ഈവനിങ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു അപ് ട്രെൻഡിന് ശേഷം ലാസ്റ്റിൽ ഒരു വലിയ ബിഗ് ബോഡിയുടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലായതിനു ശേഷം അതിന് ശേഷം പുതിയൊരു ചെറുതാണ് സ്റ്റാർ എന്ന് പറയുന്നത്. ഈ ചെറിയ സ്റ്റാർ എന്ന് പറയുന്ന ഈ ക്യാൻഡിലെ ഈ ബുള്ളിഷ് ക്യാൻഡിലെ മുകളിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പണായി ഏകദേശം ആ റേഞ്ചിൽ തന്നെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടത്തി അതിനുശേഷം ഏകദേശം ഓപ്പണായ ഏരിയയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോഡിയിലായിരിക്കണമെന്നേ ഉള്ളൂ അവിടെ ക്ലോസ് ആയിട്ട് അതിന് ശേഷം വരുന്ന ഒരു ബീറിഷ് ക്യാൻഡിൽ എന്ത് ചെയ്യണം, ഈ ആദ്യത്തെ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ 50% താഴെ ക്ലോസ് ആയാൽ ഒരു കൺഫേം ട്രെൻഡ് റിവേഴ്സലായി ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മളത് ചാർട്ട് നോക്കി കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റും. സെല്ലിങ്ങിനും ബൈങ്ങിനും ഒരു മോർണിംഗ് സ്റ്റാർ കണ്ടാൽ നമുക്ക് ബൈങ്ങിന് ഉള്ള ചാൻസ് എടുക്കാം, ഈവനിങ് സ്റ്റാർ കണ്ടാൽ നമുക്ക് സെല്ലിങ്ങിനുള്ള ചാൻസ് എടുക്കാം. ഇത് കണ്ടില്ലേ, അപ് ട്രെൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയറിൻ്റെ മുകളിൽ വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലുണ്ടായി. അതിനുശേഷം ഗ്യാപ്പ് അപ്പിൽ ഓപ്പണായി അവിടെ ഏകദേശം ആ റേഞ്ചിൽ തന്നെ ക്ലോസ് ആയ ഒരു സ്റ്റാർ അവിടെ സ്റ്റാർ ടൈപ്പിലുള്ള നമ്മളീ പറയുന്ന സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം 50% താഴെ ക്ലോസ് ആകുന്ന ഒരു ബീറിഷ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ട്രെൻഡ് റിവേഴ്സലായി. നമ്മളിവിടെ എൻട്രി എടുക്കുക, നേരത്തെ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. ഇനി അടുത്തത് ഷൂട്ടിംഗ് സ്റ്റാർ നോർമൽ ഒരു അപ് ട്രെൻഡിൻ്റെ അവസാനമാണ് കാണുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസാണ് അവിടുന്ന് ട്രെൻഡ് റിവേഴ്സലായെന്ന് മനസ്സിലാക്കാൻ. ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി പിന്നെ ചെറുതായിരിക്കും, അതിൻ്റെ അപ്പർ ഷാഡോ നല്ല വലിപ്പമുള്ളതായിരിക്കും. ഇതിൻ്റെ ബോഡി വന്നിട്ട് ഇത് കണ്ടില്ലേ, പിന്നെ ഗ്രീനും റെഡും കാണാം. അത് നമുക്ക് പോയിട്ട് ഇതില്ല, എന്താണ് പറയുന്നത്, ഗ്രീൻ ആകണമെന്നോ റെഡ് ആകണമെന്നോ ഏതായാലും കുഴപ്പമില്ല. ചിലപ്പോൾ ചെറിയ ലോവർ ഷാഡോയും കാണാം, അതും കുഴപ്പമില്ല. നമ്മൾ നോക്കേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. ബോഡിയെ കാട്ടി 2 ഇരട്ടി കൂടുതൽ എന്ത് കാണണം, അപ്പർ ഷാഡോ കാണണം. ഇവിടെ കണ്ടില്ലേ,
ഇവിടെ ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ആയിട്ടാണ്. അപ് ട്രെൻഡിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോമായി. ഈ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഗ്രീൻ ഷൂട്ടിംഗ് സ്റ്റാർ ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഗ്രീൻ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇവിടെയാണ് ഓപ്പണാകുന്നത്. ഇവിടെ ഓപ്പണായി ഈ ഹൈ പോയി, ഈ ലോ വന്നു, ഈ മുകളിൽ ക്ലോസ് ചെയ്തു. അത്രയുള്ള അതിൻ്റെ അർത്ഥം. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. ഇപ്പോൾ വലിയൊരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് അടുത്ത ക്യാൻഡിൽ ചിലപ്പോൾ കുറച്ച് മുകളിലോട്ട് പോകാം. ഇത് റെഡ് ക്യാൻഡിലാണ്. ഇതിൻ്റെ ഏകദേശം പകുതിയോളം വരുന്നത്. നമ്മളത് നോക്കേണ്ട കാര്യമില്ല. നമ്മളിതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് മനസ്സിൽ കണ്ടിട്ട് നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ചാൻസ് എടുക്കാൻ പറ്റും. ഇതിപ്പം ഒരു അപ് ട്രെൻഡിൻ്റെ മുകളിലാണ് കാണിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ചാൻസ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പം ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ഉള്ളതിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു എഫക്റ്റീവായിട്ടൊരു ട്രെൻഡ് കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നീട് ഇതാണ് ഷൂട്ടിംഗ് സ്റ്റാർ. ഷൂട്ടിംഗ് സ്റ്റാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിൻ്റെ ബോഡി ചെറുതായിരിക്കണം, അപ്പർ ഷാഡോ വലുതായിരിക്കണം. പിന്നെ ബോഡി ഇത് കളർ വ്യത്യാസം വന്നൊന്നും പ്രോബ്ലം ഇല്ല. അടുത്തത് ഹാമർ ടൈപ്പ് ക്യാൻഡിൽ എന്ന് പറയുന്നത് അതൊരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനമാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇതിൻ്റെ ബോഡി വന്നിട്ട് ചെറുതായിരിക്കും. നമുക്കിവിടെ കാണാമല്ലോ, ചെറിയ ബോഡി ആയിരിക്കും. അത് ബുള്ളിഷോ ബിയറിഷോ, ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണുന്ന, ബിയറിഷ് റെഡ് കളർ. ഇത് രണ്ട് കാണിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഫോർമേഷൻ ഇങ്ങനെ ആയിരിക്കണം. അതിൻ്റെ ലോവർ ഷാഡോ നല്ല വലിപ്പം കാണണം. അതിന് ഒരു 2 times മുകളിൽ കാണണം. ഈ ഒരു ഫോർമേഷൻ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ലാസ്റ്റ് ടൈമിലായിട്ടാണ് കാണുന്നതെങ്കിൽ അവിടെ നമുക്ക് ട്രെൻഡ് റിവേഴ്സലായെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഷെയർ ഓപ്പണായി ഒരു ഹൈ അടിച്ചു, നല്ല രീതിയിൽ താഴെ പോയി. പക്ഷേങ്കിൽ ഈ ലോയിൽ അത് സ്റ്റേബിളാകാതെ തിരിച്ച് കയറി ഏകദേശം എവിടെയാണോ ഓപ്പൺ ആയത് ആ റേഞ്ചിൽ വന്നു. അതിനർത്ഥം ഇത് താഴോട്ട് പോകാൻ ചാൻസ് കാണിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഇതിനകത്ത് തന്നെ ഓപ്പൺ ഹൈയിലായി അത് നല്ല രീതിയിൽ താഴെ പോയി, അതിനുശേഷം തിരിച്ച് കയറി വന്ന് എവിടെയാണോ ഓപ്പണായി ആ റേഞ്ചിനടുത്ത് തന്നെ ക്ലോസ് ആയപ്പോൾ താഴോട്ട് പോകാനൊരു ചാൻസ് കാണുന്നില്ല. ഇത് വിത്ത് വോളിയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ട്രെൻഡ് റിവേഴ്സലിൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഹാമറിൻ്റെ ഈ ഒരു ടൈപ്പ് ക്യാൻഡിലിനകത്ത്. അതിനുശേഷം ഹാങ്ങിങ് മാനും ഈ ഹാമറും നമ്മൾ ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ ഹാങ്ങിങ് മാൻ എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഒരു അപ് ട്രെൻഡിൻ്റെ മുകളിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് ട്രെൻഡ് റിവേഴ്സലാകാൻ ചാൻസ് കൂടുതലാണ്. സെയിം അത് തന്നെ ഹാങ്ങിങ് മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാമറിൻ്റെ അതേ ടൈപ്പ് തന്നെ. ചെറിയ ബോഡി, അത് ബുള്ളിഷോ ബിയറിഷോ ആകാൻ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ലോവർ ഷാഡോ നല്ല ലെങ്തി ആയിരിക്കണം. അപ്പർ ഷാഡോ കുറച്ച് കാണാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക, അതൊന്നും കുഴപ്പമില്ല. പക്ഷേങ്കിൽ അതിൻ്റെ ബോഡി ചെറുതായിരിക്കണം. ലോവർ ഷാഡോ നല്ല രീതി ഒരു 2 times മുകളിൽ വലിപ്പമുള്ളതായിരിക്കണം. അതിനുശേഷം ഇങ്ങനൊരു ഫോം ചെയ്യുന്നത് ഒരു അപ് ട്രെൻഡിൻ്റെ മുകളിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അത് താഴോട്ട് വന്നു. പക്ഷേങ്കിൽ ഷോർട്ട് കവറിങ്ങിൽ ഈ സാധനം കയറി തിരിച്ച് ഏകദേശം ആ റേഞ്ചിൽ തന്നെ വന്ന് ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെ വന്ന് ക്ലോസ് ആയെന്നാണ് അർത്ഥം. അവിടെ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ റേഞ്ചിൽ, ഈ റേഞ്ചിൽ ഇത് കട്ടാകുന്ന റേഞ്ചിലോ അല്ലെങ്കിൽ ഈ റേഞ്ചിൽ ഇതിനെവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലായിരിക്കണം. അപ്പോൾ ഇതാണ് ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയും. ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറഞ്ഞാൽ 2 ക്യാൻഡിൽ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു ഫോർമേഷനാണ്. ഒരു ട്രെൻഡിൻ്റെ അവസാനം ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാകും. അതിനുശേഷം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരണം. അടുത്ത ക്യാൻഡിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ഈ എന്താണ് പറയുന്നത്, ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്ന ക്യാൻഡിൽ ഈ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ 50% താഴെ ക്ലോസ് ആകുവാണെങ്കിൽ അത് നമുക്ക് ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയാം. അത് ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് കാണാൻ നമുക്ക് പറ്റും. ഇതൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്ന ചാർട്ടിനകത്ത് ഈ ഡാർക്ക് ക്ലൗഡ് കവറും ഈ നമ്മളീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വർക്കാകും. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇതിപ്പം കണ്ടില്ലേ, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ്, അതിനുശേഷം ഒരു ഹൈ അടിച്ചു, അതിനുശേഷം ഒരു ലോ വന്നു. ഇവിടെയാണ് ക്ലോസ് ആകുന്നത് എവിടെയാണ്? ഇതിൻ്റെ 50% താഴെയായിട്ടാണ് ക്ലോസ് ആകുന്നത്. ഇങ്ങനെ വരുന്ന
ക്യാൻഡിൽ ഫോർമേഷനെയാണ് ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഒരു അപ് ട്രെൻഡിൻ്റെ ലാസ്റ്റിൽ എന്ത് ചെയ്യി, ഒരു നല്ല ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. അതിനുശേഷം അതിന് മുകളിലാണ് അടുത്ത ബിയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ 50% താഴെയിട്ട് ക്ലോസ് ആയി. അപ്പം ഇതിൻ്റെ ലോ കട്ടാകുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുത്താൽ അതിൻ്റെ ഹൈ സ്റ്റോപ്പ് ലോസ് ഇടുക, നല്ല രീതിയിൽ താഴെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിയേഴ്സൺ എന്ന് പറയുന്നത്, പിയേഴ്സിങ് പാറ്റേൺ. പിയേഴ്സിങ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൽ ലാസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു എന്താകണം, ബിയറിഷ് ക്യാൻഡിൽ, നല്ല ബോഡിയുള്ളൊരു ബിയറിഷ് ക്യാൻഡിലായിരിക്കണം. അതിനുശേഷം ഗ്യാപ്പ് ഡൗണിൽ ഷെയർ ഓപ്പൺ ആകണം. അടുത്ത ക്യാൻഡിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയതിന് ശേഷം ഒരു ലോ അടിച്ചിട്ട്, ലോ അടിച്ചാലും ഇല്ലെങ്കിലും ഗ്യാപ്പ് ഡൗണിലായിരിക്കണം ഓപ്പണിങ്. അതിനുശേഷം ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഈ ബിയറിഷ് ക്യാൻഡിലിൻ്റെ 50% മുകളിലായിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പിയേഴ്സിങ് പാറ്റേണായിട്ട് കണക്കാക്കാം. നമുക്ക് താഴോട്ടുള്ള ഡൗൺ ട്രെൻഡ് മാറി അപ്പ് ട്രെൻഡിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. നമ്മളെ ഇഷ്ടത്തിന് അതിന് നോർമൽ എൻട്രി എടുക്കേണ്ടത് ഈ ക്യാൻഡിലെ ഹൈ അടിക്കുമ്പോൾ എൻട്രി എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ ലോയുടെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നോക്കി നമ്മൾ ട്രെൻഡ് ഇപ്പം കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ റേഞ്ച് മനസ്സിലാക്കി ചില സമയത്ത് ഈ റേഞ്ചിലോട്ടൊക്കെ വരാം, താഴോട്ട് വീണ്ടും വരാം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് കളയാൻ വേണ്ടി ഇതുപോലെ പാറ്റേൺ വെച്ച് ആൾക്കാർ ട്രേഡ് എടുക്കുമെന്നൊക്കെ ഓപ്പറേറ്റേഴ്സിന് അറിയാം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടൊക്കെ കയറിപ്പോകും. അപ്പോൾ അത് നമ്മുടെ ഒരു പ്രാക്ടീസാണ്. പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. എന്തായാലും ഇങ്ങനൊരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ഡൗൺ ട്രെൻഡ് റിവേഴ്സായി അപ്പർ ട്രെൻഡിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തത് ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയും. ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡ്, നോർമൽ ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിയറിഷ് ക്യാൻഡിലിനെ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരുമ്പോഴാണ് നമുക്കതിന് എന്താ പറയുന്നത്, ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. നോക്കി, ഇതൊരു ബിയറിഷ് ക്യാൻഡിലാണ്. ഈ ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഫുൾ ബോഡിയെ കവർ ചെയ്തിട്ടാണ് അടുത്ത ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇത് ഒരു പിന്നെ ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ എൻഗൾഫിങ് വന്നു കഴിഞ്ഞാൽ എൻഗൾഫിങ്ങിൻ്റെ ബുള്ളിഷ് എൻഗൾഫിങ് ആണെങ്കിൽ അതിൻ്റെ ഹൈ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക, ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇടുക. ഇത് കണ്ടില്ലേ, ഈ പറഞ്ഞ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ബൈ എടുക്കുക, സ്റ്റോപ്പ് ലോസ് ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ലോയുടെ താഴെയായിട്ടായിരിക്കും. ഇവിടെ ഇത് കാണുമ്പോൾ മനസ്സിലാകും. ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കുകയും വേണം. അതിൻ്റെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പഴയ അതിന് മുന്നിലുള്ള ബിയറിഷ് ക്യാൻഡിലിനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് പഴയ ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഹൈയെക്കാട്ടി കൂടുതലായിരിക്കണം ഈ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഹൈ. അതുപോലെ പഴയ ബിയറിഷ് ക്യാൻഡിലിൻ്റെ ലോയെക്കാട്ടിൽ താഴെയായിരിക്കണം ഇതിൻ്റെ എന്താണ് പറയുന്നത്, ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ലാസ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ അത് ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് പറയാം. എപ്പോഴും ഇപ്പോൾ ഒരു ബുള്ളിഷ് പാറ്റേൺ ഫോം ചെയ്യുന്നത് ഒരു ഡൗൺ ട്രെൻഡിൻ്റെ താഴെയായിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ ബിയറിഷ് പാറ്റേൺ ഫോം ചെയ്യുന്ന ഒരു അപ്പ് ട്രെൻഡിൻ്റെ ലാസ്റ്റിലാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ സൈഡ് വൈസ് മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ഫോം ചെയ്താൽ ചിലപ്പോൾ അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിയറിഷ് എൻഗൾഫിംഗ്, ഇതും സെയിം അത് തന്നെ. നമ്മൾ നേരത്തെ ബുള്ളിഷ് എൻഗൾഫിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അപ്പ് ട്രെൻഡിൻ്റെ അവസാനം വന്നിട്ട് എന്താണ്, ഒരു അപ്പ് ട്രെൻഡിൻ്റെ അവസാനം, ഇതൊരു അപ്പ് ട്രെൻഡിൻ്റെ അവസാനം വരുന്ന ബുള്ളിഷ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തൊരു ബിയറിഷ് ക്യാൻഡിലുണ്ടാണ്. അതായത് ലാസ്റ്റ് പിന്നെ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയെക്കാട്ടിയും കൂടുതലായിരിക്കണം അടുത്ത ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും. അപ്പോൾ അത് ഇതിൻ്റെ ബോഡിയെ ഫുള്ള് കവർ ചെയ്താണ് വരുന്നത്. കവർ ചെയ്ത് ബിയറിഷ് ക്യാൻഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ബിയറിഷ് എൻഗൾഫിങ് ചെയ്ത ബിയറിഷ് ക്യാൻഡിലിൻ്റെ ലോ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് എൻട്രി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി.
അപ്പോൾ നല്ലൊരു പിന്നെ നല്ലൊരു ഡൗൺ ട്രെൻഡിൽ നമുക്ക് ചാൻസ് ആണ്. അപ്പോൾ ബിയറിഷ് എൻഗൾഫിങ് ഒരു അപ് ട്രെൻഡിൻ്റെ അവസാനമാണ് കാണുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് കിട്ടും. അതുപോലെ ബുള്ളിഷ് എൻഗൾഫിങ് എന്ന് പറയുന്നത് അത് ഏറ്റവും ഒരു ഡൗൺ ട്രെൻഡിൻ്റെ താഴെയായിട്ട് ഫോം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ ട്രെൻഡ് റിവേഴ്സലായി അത് ബുള്ളിഷായിട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്നും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് കുറച്ച് ചാർട്ട് പാറ്റേൺസിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്ന ഈ ക്യാൻഡിൽ പഴയ അതിന് ഇപ്പം നമ്മൾ മുന്നിലോട്ട് നമ്മൾ പിന്നെ ഇങ്ങനെയാകും ഇങ്ങനെ സംഭവിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഴയ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അതിൽ 3 ടൈപ്പാണ് ചാർട്ട് പാറ്റേൺസ് ഉള്ളത്. അതിലൊന്ന് കണ്ടിന്യൂഷൻ പാറ്റേൺ എന്ന് പറയാം. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ്, ബിയറിഷ് ആണെങ്കിൽ ബിയറിഷ്, ആ ഒരു ട്രെൻഡ് കുറച്ച് നേരം ഇതായിട്ട് ഒന്ന് പോസായിട്ട് വീണ്ടും ആ ട്രെൻഡ് കണ്ടിന്യൂസ് ആകുന്നതിനെ കണ്ടിന്യൂവേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. വേറൊന്ന് റിവേഴ്സൽ പാറ്റേൺ. റിവേഴ്സൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡൗണിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ആ ഒരു ഡൗൺ ട്രെൻഡ് മാറി അപ്പ് ട്രെൻഡിലോട്ട് പോകും. അതല്ലെങ്കിൽ അപ്പ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് അതിൻ്റെ ആ ട്രെൻഡ് മാറി ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ തുടങ്ങും. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് എന്താണ് 2 സൈഡിലോട്ടും പോകാം. ഏതാണോ ആ പാറ്റേണിൻ്റെ അനുസരിച്ച് മുകളിലോട്ടും പോകാം താഴോട്ടും പോകാം. അങ്ങനെ ഉള്ള ചാർട്ട് പാറ്റേൺസിലെ ഇങ്ങനെ ഈ 3 ടൈപ്പ് പാറ്റേൺസിൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പാറ്റേൺസ് മാത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇതിൽ വന്നിട്ട് ആദ്യത്തെ റിവേഴ്സൽ പാറ്റേൺ ഹെഡ് ആൻഡ് ഷോൾഡർ. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ്. ആദ്യം ഒരു ഹൈ അടിച്ചു, അതിനുശേഷം ഒരു ലോ വന്നു, അതിനുശേഷം വീണ്ടും പോയി പുതിയ ഹൈ അടിച്ചു, അതിനുശേഷം വീണ്ടും വന്ന് ഈ താഴത്തെ ലോ, ഈ റീസെൻ്റായിട്ട് അടിച്ച ലോയുടെ ഏകദേശം അടുത്തായിട്ട് ലോ അടിച്ചിട്ട് വീണ്ടും പോയി ഹൈ അടിച്ചു. പക്ഷേ ഹൈ അടിച്ചത് ഇതിൻ്റെ മുകളിൽ ഈ നടുക്കത്തെ ഹൈയുടെ മുകളിലോട്ട് പോകുന്നില്ല. ഏകദേശം ആദ്യം അടിച്ച ഹൈ ഏകദേശം അറിഞ്ഞു. അപ്പം ഇത് നമ്മുടെ ഷോൾഡറായിട്ട് സങ്കല്പിക്കുക, ഇത് ഹെഡായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റേഞ്ച് ബ്രേക്ക് ആയാൽ നമുക്ക് സെല്ലെടുക്കാം. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇപ്പോൾ അപ് ട്രെൻഡിൻ്റെ ഓപ്പോസിറ്റ് റിവേഴ്സലാണ് വരുന്നത്. അപ്പം ഇതിന് താഴോട്ട് വോളിയത്തോട് ട്രേഡായാൽ നമ്മൾ എൻട്രി എടുക്കുക. നമുക്ക് ഡൗൺ ട്രെൻഡ് നല്ല രീതിയിൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇത് ആൾക്കാരെല്ലാം നമുക്ക് കണ്ടാൽ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും ചാർട്ടിനകത്ത് ഈ കാര്യങ്ങൾ. ഇനി അടുത്തത് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ആ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ആദ്യം ആ മാർക്കറ്റ് ഒരു ലോ അടിക്കും, അതിനുശേഷം തിരിച്ച് പോയൊരു ഹൈ അടിക്കും, അതിനുശേഷം വീണ്ടും ഒരു ലോ അടിക്കുമ്പോൾ ഈ ആദ്യം അടിച്ച ലോയെക്കാട്ടി കൂടുതലായിരിക്കും ഇതിൻ്റെ ലോ. അതിനുശേഷം വന്നിട്ട് വീണ്ടും ഏകദേശം സെയിം ഹൈയിൽ വന്നിട്ട് വീണ്ടും തിരിച്ചൊരു ലോ. ഇപ്പം പക്ഷേങ്കിൽ അത് ഈ സെൻട്രലിലുള്ള ലോയെക്കാട്ടിൽ ചെറുതായിരിക്കും. ആദ്യം അടിച്ച ലോയുമായിട്ട് ഏകദേശം അടുത്ത് തന്നെയായിരിക്കും. അപ്പോൾ ഇത് ഇൻവെർട്ടർ, ഇത് ഹെഡായിട്ടും ഇത് രണ്ടും ഷോൾഡറായിട്ടും, അത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന പാറ്റേണിൽ ആ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തതിൻ്റെ ഹൈയുടെ മുകളിൽ ബ്രേക്ക് ആകുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. അതിൻ്റെ ടാർഗറ്റ് ഉണ്ടല്ലോ, ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള ടാർഗറ്റ് നമുക്ക് മുകളിലോട്ട് വെക്കാനും പറ്റും. ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന പാറ്റേണുകളാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇനിയും താഴോട്ട് പറയാൻ പോകുന്ന പാറ്റേണുകളെല്ലാം. അടുത്തത് റൈസിങ് വെഡ്ജ്. റൈസിങ് വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് ആയിരിക്കും തുടക്കം. ആ അപ് ട്രെൻഡിൻ്റെ തുടക്കം നല്ല വൈഡ് റേഞ്ചിലും അതിനുശേഷം ഒരു നാരോ റേഞ്ചിൽ അത് ട്രേഡ് ആയിക്കൊണ്ടിരുന്നിട്ട് ആ നാരോ റേഞ്ചിൻ്റെ ലോ താഴത്തെ ലെവൽ ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് ഡൗൺ ട്രെൻഡിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ നാരോ റേഞ്ച് ഇവിടെ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വോളിയം കുറവായിരിക്കും. ഇത് ബ്രേക്ക് ആയി കഴിയുമ്പോൾ വോളിയം കൂടും. അപ്പോൾ വോളിയം കൂടുന്ന സമയത്ത് വോളിയം കൂടിയാണ് അത് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല ചാൻസ് ആയിരിക്കും താഴോട്ട് പോകാനുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്
ഫോളിങ് വെഡ്ജ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഡൗൺ ട്രെൻഡ് തുടങ്ങുന്ന ആ ഏരിയ വൈഡ് റേഞ്ചും അതിനുശേഷം അതിൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞ് അതിൻ്റെ നാരോ റേഞ്ചിലോട്ട് വരികയും അതിനുശേഷം ആ നാരോ റേഞ്ചിൻ്റെ ലെവലിൽ നിന്ന് മുകളിലോട്ട് ബ്രേക്ക് ആവുകയും ചെയ്യുമ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് മുകളിലോട്ട് ബൈ എടുക്കാൻ പറ്റും. ബൈ എടുത്ത് ഒരു നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഈ റേഞ്ച് വോളിയം കാണാൻ ചാൻസ് കുറവാണ്. ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ വോളിയം നല്ല രീതിയിൽ തിരിച്ച് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് ശേഷം ഡബിൾ ബോട്ടം, ഒരു ഡൗൺ ട്രെൻഡുള്ളൊരു ഷെയർ വന്നൊരു ലോ അടിച്ചു, അതിനുശേഷം ഒരു ഹൈ വന്നു, വീണ്ടും അത് തിരിച്ച് ഈ ലോവർ ലെവലിൽ വരുന്നുണ്ട്. പക്ഷേങ്കിൽ ആ ലോവർ ലെവലിൻ്റെ ഒത്തിരി താഴോട്ട് പോകാതെ ഏകദേശം ആ റേഞ്ചിൽ നിന്ന് തിരിച്ച് വീണ്ടും കയറി. അപ്പോൾ ഏകദേശം സെയിം ലെവലിൽ ഒരു 2 പ്രാവശ്യം ലോ ലെവൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ആ റീസെൻ്റായിട്ട് വന്ന ഹൈ, ഇതാണല്ലോ ഹൈ, ഈ ഹൈയുടെ മുകളിൽ ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നല്ലൊരു അപ് ട്രെൻഡിന് ചാൻസ് കൂടുതലാണ്. അടുത്തത് ഡബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ അപ് ട്രെൻഡിൽ പോകുന്നൊരു ഷെയർ ഒരു ഹൈ അടിച്ചു, അതിനുശേഷം ഒരു ലോ വന്നു, അതിനുശേഷം വീണ്ടും ഹൈ പോകുന്നു. പക്ഷേങ്കിൽ നേരത്തെ അടിച്ച ആ ഹൈയുടെ റീസെൻ്റായിട്ട് അടിച്ച ആ ഹൈയുടെ ആ റേഞ്ചിൽ തന്നെ വന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ആ റീസെൻ്റായിട്ടൊരു ലോ അടിച്ചതിൻ്റെ താഴെ അവിടെ എൻട്രി ഇത് പോകുമ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് എൻട്രി എടുത്തിട്ട് നമുക്ക് ഈ ലെവലിൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. നല്ല രീതിയിൽ താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ പാറ്റേണൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പാറ്റേണുകളാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത് റൗണ്ടിങ് ബോട്ടം, ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം അതിൻ്റെ ലോവർ ലെവലിൽ ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ, ലോ അടിച്ചു, ഇങ്ങനെ പിന്നീട് ആ ലോ പിന്നെ ലാസ്റ്റ് ലോ വരുമ്പോൾ അതിന് ശേഷം അതിൻ്റെ താഴോട്ട് പോകാതെ വീണ്ടും ഇങ്ങനെ റൗണ്ടിങ് ഷേപ്പിൽ ലോ അടിച്ചു പോയി ഇതിൻ്റെ അപ്പർ ലെവലിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഇവിടെ ട്രെൻഡ് റിവേഴ്സലായി എന്നാണ് അർത്ഥം. ഇവിടുന്ന് നല്ല രീതിയിൽ അപ് ട്രെൻഡ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സിമ്പിളായിട്ടുള്ള കാര്യം. ഇതിപ്പോൾ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് വരണമെന്നില്ല, ചിലപ്പോൾ ഇങ്ങനെ നല്ല ഗ്രാഫൊക്കെ ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷേ ഏകദേശം ഈ റേഞ്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലെവൽ കട്ട് ചെയ്യുന്ന സമയത്ത് വോളിയം എല്ലാം നോക്കി നമുക്ക് ചാൻസ് എടുക്കാം. ഇനി കണ്ടിന്യൂവേഷൻ പാറ്റേൺസാണ് അതിനകത്ത്. 3 ടൈപ്പ്: സിമെട്രിക്കൽ ട്രയാങ്കിൾ, അസെൻഡിങ്, ഡിസെൻഡിങ്, പിന്നെ ഫ്ലാഗ് കണ്ടിന്യൂവേഷൻ പാറ്റേൺ ഉണ്ട്, റെക്ടാങ്കിൾ പാറ്റേൺസ് ഉണ്ട്, കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ആദ്യം നല്ലൊരു ഗ്യാപ്പ് മൂവ്മെൻറ്റ്, നല്ല ഒരു വൈഡ് റേഞ്ച് മൂവ്മെൻറ്റ് നടന്നതിന് ശേഷമുള്ള മൂവ്മെൻറ്റ് ഈ റേഞ്ചിനുള്ളിൽ നാരോ ആയിട്ട് വന്നിട്ട് ഏത് റേഞ്ചിലാണോ അത് ഒന്നീ താഴോട്ട് കട്ടാകും, അതല്ലെങ്കിൽ മുകളിലോട്ട് കട്ടാകും. ഏത് സൈഡിലോട്ടാണോ കട്ടാകുന്നത് ആ റേഞ്ചിൽ നമുക്ക് മുകളിലോട്ടാണെങ്കിൽ ബൈ എടുക്കാം, താഴോട്ടാണെങ്കിൽ നമുക്ക് സെല്ലെടുക്കാം. എപ്പോഴും നമ്മൾ വോളിയം ശ്രദ്ധിക്കണം. അതേവരെ നടന്നുകൊണ്ടിരിക്കുന്ന വോളിയത്തിന് കൂടിയാണ് വോളിയം പെട്ടെന്ന് ഇടാമെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും അവിടെ. സിമ്പിളായിട്ടുള്ള കാര്യം. അതുപോലെ അടുത്തത് അസെൻഡിങ് ട്രയാങ്കിൾ, ഒരു അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡിൽ പോയിട്ട് ഒരു ഹൈ അടിച്ചു, ആ ഹൈ അടിച്ചിട്ട് തിരിച്ചൊരു ലോ വരും. അപ്പോൾ അതൊരു വൈഡ് റേഞ്ചിലായിരിക്കും. അതിന് ശേഷമുള്ള ഹൈയും ലോയും ഹൈ വന്നിട്ട് ഈ നേരത്തെ ഫസ്റ്റിലടിച്ച ഹൈയുടെ റേഞ്ച് ഏകദേശം ആയിരിക്കും. ലോ വന്നിട്ട് കുറഞ്ഞ് വരും. ലോയുടെ റേഞ്ച് കുറഞ്ഞ് വന്ന് ലാസ്റ്റിൽ ഈ ഹൈയുടെ മുകളിൽ ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. നല്ല രീതിയിൽ ഈ അപ് ട്രെൻഡ് വീണ്ടും തുടർന്ന് പോകുന്നതായിരിക്കും. നല്ല ചാൻസ് അവിടെ കിട്ടാറുണ്ട്. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഡിസെൻഡിങ് ട്രയാങ്കിൾ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം അത് ഒരു ലോയിൽ വന്ന് അത് നിൽക്കും. ഇവിടെ ലോ അടിക്കും, അതിന് ശേഷം പിന്നെ ഒരു ഹൈ അടിക്കും, വീണ്ടും ഏകദേശം ഈ ലോയുടെ അടുത്ത് തന്നെ വന്നിട്ട് വീണ്ടും തിരിച്ച് പോയി നേരത്തെ അടിച്ച ഹൈയെക്കാട്ടി കുറഞ്ഞ ഹൈ അടിക്കും. ഇത് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം ഈ ഒരു ലെവലിൽ ഒരു പാറ്റേൺ ഫോമായി കഴിഞ്ഞിട്ട് അതിന് ശേഷം ആ പാറ്റേണിൻ്റെ ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ആകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഡൗൺ ട്രെൻഡിൻ്റെ ഇത് കണ്ടിന്യൂവേഷൻ വീണ്ടും താഴോട്ട് പോകും. ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ നമുക്ക് നല്ല രീതിയിൽ ചാർട്ടിൽ കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ നല്ല പാറ്റേൺസ് ആണ്.
നമുക്ക് ട്രേഡിങ് പഠിച്ചെടുത്താൽ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ചില ആൾക്കാർ 1-2 പറയും, ഇപ്പോൾ ഫ്ലാഗ് പാറ്റേൺ, ആ ഫ്ലാഗ് പാറ്റേൺ വരുന്നിടം വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഷെയർ ട്രെൻഡിങ് ഷെയർ ആണെങ്കിൽ അതിൽ അങ്ങനത്തെ ചാൻസ് വരുമ്പോൾ മാത്രം എൻട്രി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രത്യേക പാറ്റേണുകൾ മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർ. എല്ലാം പഠിക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ ഫോർമേഷൻ കാണുമ്പോൾ പാറ്റേൺ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബുള്ളിഷാണെങ്കിൽ ബുള്ളിഷായിട്ട് നമുക്ക് മാറ്റാന്ന് പറഞ്ഞാൽ ബുള്ളിഷ് ട്രെൻഡിലോട്ട് നമുക്ക് മാറാൻ പറ്റും. അതുപോലെ ബീറിഷ് ട്രെൻഡിലോട്ട് മാറാനും പറ്റും. ഇനി ഇത് ഫ്ലാഗ് കണ്ടിന്യൂഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു 2 ടൈപ്പ് ഉണ്ട്, ബുള്ളിഷ് ഫ്ലാഗ്, ബീറിഷ് ഫ്ലാഗ്. ബുള്ളിഷ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്ലാഗ് ടൈപ്പാണ്. ഇത് ഫ്ലാഗിൻ്റെ ഒരു പിടി. അതിനുശേഷം ഇത് അപ്പർ ട്രെൻഡിൽ പോവുക. നല്ല ഒരു അപ്പർ ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഷെയർ പെട്ടെന്ന് അതിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് കുറഞ്ഞ് ഒരു ഫ്ലാഗിൻ്റെ രീതിയിൽ ഒരു റേഞ്ചിൽ കിടന്ന് ട്രേഡ് ആകും. അതിനുശേഷം ആ ഫ്ലാഗ് റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ആകുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുത്താൽ നല്ല രീതിയിൽ വീണ്ടും ഈ ഷെയർ മുകളിലോട്ട് പോകും. അതിൻ്റെ നേരെ തിരിച്ച് ഉള്ളൊരു ഫോർമേഷനാണ് ബീറിഷ് ഫ്ലാഗ്. ബീറിഷ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നല്ല ഡൗൺ ട്രെൻഡിൽ പോയതിന് ശേഷം കുറച്ച് സമയത്തേനെ പിന്നെ ആ ഡൗൺ ട്രെൻഡ് മാറിയിട്ട് ഒന്നിൽ കുറച്ച് അപ്പാൽ, ഇതല്ല എങ്കിൽ ഒരു ചെറിയ റേഞ്ചിൽ ഇത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പം ചെറിയൊരു റേഞ്ചിൽ ട്രേഡ് ആകുന്നുണ്ട്, കുറച്ച് അപ്പിൽ പോകുന്നുണ്ട്. അതൊരു ഫ്ലാഗ് പാറ്റേൺ ആണ്. ഇങ്ങനൊരു പിടി, അതിനുശേഷം ഒരു ഫ്ലാഗ് പാറ്റേൺ. എന്നിട്ട് ആ ഒരു പാറ്റേണിൻ്റെ ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ആവുകയാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ട്രേഡിങ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഫ്ലാഗ് പാറ്റേൺ. അതുപോലെ റെക്റ്റാങ്കിൾ പാറ്റേൺ. ബുള്ളിഷ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നല്ല ബുള്ളിഷിൽ പോയിരുന്ന ഷെയർ ഒരു ലെവലിൽ വന്നു കഴിയുമ്പം പിന്നീട് അധികം മൂവ്മെൻ്റ് ഇല്ലാതെ കുറേ സമയത്തേനോ, ഇപ്പോൾ ഡെയിലി ചാർട്ടാണെങ്കിൽ ചിലപ്പോൾ 3-4 ദിവസത്തേനോ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള റേഞ്ചിൽ അത് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കും, ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് പോലെ. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ അപ്പർ ലെവല് ബ്രേക്ക് ആവുകയാണെങ്കിൽ നല്ല രീതിയിൽ മുകളിലോട്ട് വീണ്ടും കയറിപ്പോവും. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ, ബീറിഷ് റെക്റ്റാങ്കിൾ, അത് നല്ലൊരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം പിന്നെ കുറച്ച് സമയത്തേനോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേനോ അത് ഒരു റെക്റ്റാങ്കിൾ റേഞ്ചിൽ കിടന്ന് ട്രേഡാവും. അതിനുശേഷം ആ റെക്റ്റാങ്കിൾ റേഞ്ചിൻ്റെ ഡൗൺ എൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ താഴോട്ട് വീണ്ടും നല്ല രീതിയിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. അടുത്തത് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ. കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിനകത്ത് ബുള്ളിഷ് രീതി വരുമ്പോഴേ ഒരു അപ്പർ ട്രെൻഡിൽ വന്നിട്ട് അതിനുശേഷം ഒരു റിവേഴ്സൽ സംഭവിക്കണം. ആ റിവേഴ്സൽ സംഭവിച്ചൊരു ലോ അടിച്ച് ഇങ്ങനെ വീണ്ടും തിരിച്ച് പഴയ ഹൈയുടെ അടുത്ത് വരും, അല്ലെങ്കിൽ സെയിം ഹൈ അടിക്കും. സെയിം ഹൈ വരണമെന്നില്ല, അതിന് ഏകദേശം അടുത്ത് അതിന് മുകളിലൊക്കെ ആകാം. അതിനുശേഷം വീണ്ടും ഡൗൺ ട്രെൻഡിൽ പോവും. പക്ഷേങ്കിൽ അതിന് മുന്നിൽ വന്ന ഡൗൺ ട്രെൻഡിൻ്റെ അതുവരെ പോയില്ല. ഒരു കപ്പിൻ്റെ ഹാൻഡിൽ പോലെ തിരിച്ച് വീണ്ടും കയറി വന്ന് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. നല്ല രീതിയിൽ മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബീറിഷ് രീതി വരുമ്പോൾ കപ്പ് കമത്തി വെച്ചേക്കുന്ന പോലെ ഒരു പിന്നെ ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം തിരിച്ച് ഒന്ന് കയറിപ്പോയി പുതിയൊരു ഹൈ അടിച്ച് അതൊരു പതുക്കെ തിരിച്ചിറങ്ങി നേരത്തെ അടിച്ച ആ ലോയുടെ അടുത്ത് വരും. അതിനുശേഷം വീണ്ടും ഇത് മുകളിലോട്ട് പോകും. പക്ഷേങ്കിൽ റീസെൻ്റായിട്ട് വന്ന ഹൈയുടെ മുകളിൽ ട്രേഡ് ആകത്തില്ല. കുറച്ച് ഹൈ പോയതിനു ശേഷം തിരിച്ച് വീണ്ടും ഒരു കപ്പിൻ്റെ ഹാൻഡിൽ പോലെ തിരിച്ച് താഴോട്ട് വന്ന് ഈ റേഞ്ച് ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും, സെല്ലിങ് എൻട്രി എടുക്കാൻ പറ്റും. നല്ല രീതിയിൽ താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചാർട്ട് പാറ്റേൺസും ക്യാൻഡിലിൻ്റെ കുറേ പല ടൈപ്പിലുള്ള അത്യാവശ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ തന്നെ ഓരോ പാറ്റേണും വെച്ചിട്ട് 10-15 മിനിറ്റ് വെച്ച് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. പക്ഷെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് തന്നതിന് മെയിൻ കാരണം ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും പിന്നീട് നമ്മൾ വീഡിയോ കാണുവാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇത്ര അരമണിക്കൂർ കൂടുതൽ ലെങ്തി ആയെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
നല്ല രീതിയിൽ ട്രേഡിങ്ങിൽ ഇൻട്രാഡേ ആണെങ്കിലും പിന്നെ സ്വിംഗ് ട്രേഡിങ്ങിലാണെങ്കിലും നല്ല രീതിയിൽ സക്സസ് ആകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ബൈ.